ഡൽഹിയിൽ നിന്ന് കൂടുതൽ കലുഷിതമാകുമോ? തങ്ങളെ അറസ്റ്റ് ചെയ്താൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് CJP അധ്യക്ഷൻ അഭിജിത്ത് ദീപ് കെയുടെ മുന്നറിയിപ്പ്. ഇന്ന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് രഹസ്യ വിവരം ലഭിച്ചുവെന്നും അഭിജിത്ത് വ്യക്തമാക്കുകയാണ്. പ്രതികരണം ആദ്യം. जंतर मंतर पर जो हमारा धरना चल रहा है वो जारी रहेगा जब तक धर्मेंद्र प्रधान इस्तीफा नहीं देते. हम बहुत खुश है, वी आर वेरी रिलीव्ड. सोनम सर ने अपनी हंगर स्ट्राइक तोड़ दी है क्योंकि 26 से ज़्यादा दिन हो चुके थे. उनकी जान जो इस देश के लिए बहुत ज़्यादा कीमती है और हमारा जो प्रदर्शन है वो चलता रहेगा जब तक धर्मेंद्र प्रधान इस्तीफा नहीं. मीटिंग जो होगी वो एक न्यूट्रल प्लेस पर होगी, न्यूट्रल वेन्यू पर होगी और धर्मेंद्र प्रधान के इस्तीफे के नीचे कुछ भी मंजूर नहीं है. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. വിഷ്ണു, ഇന്ന് അറസ്റ്റിനുള്ള നീക്കമുണ്ട് എന്ന സൂചനകൾ വിവരം ലഭിച്ചു എന്നാണല്ലോ അഭിജിത്ത് ദീപ് കെ പറയുന്നത്. അങ്ങനെ ഒരു നീക്കമുള്ളതായി തോന്നുന്നുണ്ടോ? അങ്ങനെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, സംഭവിക്കുകയാണെങ്കിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പറയുന്നു. ഇന്ന് സമരക്കാരുടെ ആൾബലം എത്രത്തോളമുണ്ട്? പോലീസിന്റെ സന്നാഹങ്ങൾ എങ്ങനെയാണ്? രതീഷ്, ഇന്നും ഡൽഹി ജന്തർ മന്ദറിലെ സമരപ്പന്തൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലെ സമരവേദിക്ക് മുൻപിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം പ്രവർത്തകരോട് സംസാരിക്കവെയാണ് തങ്ങളുടെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്. അത്തരത്തിൽ അറസ്റ്റ് നടപടികൾ ഉണ്ടായാൽ സമരം കൂടുതൽ ശക്തിപ്പെടുമെന്നും സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ് അഭിജിത്ത് ദീപ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ചർച്ച, രണ്ടാം ഘട്ട ചർച്ച കേന്ദ്ര സർക്കാരുമായി കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ ക്ലബിൽ വെച്ച് ആ ചർച്ച നടന്ന് അത് വിജയം കണ്ടില്ല എങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അഭിജിത്ത് ദീപ് അടക്കമുള്ള വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.